എഴുത്തച്ഛൻ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചിട്ടേ ഇല്ലാന്നും അദ്ദേഹത്തെ സാമൂതിരി രാജാവ് തിരൂരിൽ നിന്ന് നാട് കടത്തിയതാണെന്നും അതേ ഈ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടില്ല, ഈ പൊന്നാനി ഭാഗത്തേക്കൊന്നും, അതായത് നേരെ പാലക്കാടേക്ക് അദ്ദേഹം എല്ലാവർക്കും എഴുത്തു പഠിപ്പിച്ചു കൊടുത്തു. മാത്രല്ല ഇദ്ദേഹം രാമായണ കഥ സംസ്കൃതത്തിൽ നിന്ന് വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എല്ലാവർക്കും രാമ മഹാത്മ്യം പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഈ വലിയ രണ്ട് തെറ്റ് കാരണാത്രേ ഇദ്ദേഹത്തെ നാട് കടത്തിയെന്നാണ്. ഘട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വതന്ത്രമായ ഒരു രാജ്യമാണ്. രാജാവുണ്ട്, എല്ലാ സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. ഏകാദശി മഹാത്മ്യം എഴുതിയിട്ടുണ്ട്. ഏകാദശി മഹാത്മ്യം, വില്വാദ്രി മഹാത്മ്യം, പിന്നെ ചിന്താരത്നം കിളിപ്പാട്ട്. ആ യോഗം തീരുമാനിക്കും, ആ യോഗം അവരാണ് തീരുമാനിക്കും. ഈ വന്നേരി ഗ്രന്ഥവരി MGS നാരായണൻ കണ്ടെടുത്ത് അത് എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ശ്രീവിദ്യോപാസകനായിരുന്നു അദ്ദേഹം. സന്യാസം സ്വീകരിച്ച് രാമാനന്ദ സ്വാമികൾ എന്ന പേരിലാണ് സമാധിയാവുന്നത്. രാമാനന്ദ സ്വാമികൾ സമാധി ഉള്ളൂർ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊന്നല്ല, ഉള്ളൂര് ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. മാഷെ, എഴുത്തച്ഛന്റെ ചരിത്രം ആത്മകഥാരൂപത്തിൽ അങ്ങ് എഴുതിയിട്ടില്ലേ? അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്, എഴുത്തച്ഛൻ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചിട്ടേ ഇല്ലാന്നും അദ്ദേഹത്തെ സാമൂതിരി രാജാവ് തിരൂരിൽ നിന്ന് നാട് കടത്തിയതാണെന്നും അതേ ഈ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടില്ല, ഈ പൊന്നാനി ഭാഗത്തേക്കൊന്നും, അതായത് നേരെ പാലക്കാടേക്ക് അദ്ദേഹത്തെ നാട് കടത്തിയതാണ്. അതേ ഗുരുവായൂർ ക്ഷേത്രം പോയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രാമായണം, അധ്യാത്മ രാമായണം ഒക്കെ എഴുതി അദ്ദേഹം നമ്മുടെ ഇത്രയും ഗുരുവായൂർ ക്ഷേത്രം അറിയാലോ, തിരൂരിൽ നിന്ന് എത്ര ദൂരമുണ്ട്, അത് പോയിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണോ? ശരിക്കും അങ്ങേക്ക് അതിനെപ്പറ്റി അറിയാലോ. എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് പോയിട്ടില്ല എന്ന് പറയാൻ കാരണം? ആരുടെങ്കിലും വിലക്കാണോ? സാമൂതിരി രാജ വിലക്കിയതാണ്. അത് എന്താണ് വിലക്കിയെന്ന് വെച്ചാല് എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ എഴുത്ത് പഠിപ്പിക്കുന്ന ആളുകളുടെ ഫാമിലി ആണല്ലോ അന്നത്തെ എഴുത്തച്ഛൻ. അതിൽ ഇദ്ദേഹം എല്ലാവർക്കും ജാതി ഭേദമന്യേ എല്ലാവർക്കും എഴുത്ത് പഠിപ്പിച്ചു കൊടുത്തു. അത് അന്നത്തെ കാലത്ത് നിഷിദ്ധമായിരുന്നു. പ്രത്യേക ജാതി വിഭാഗത്തിന് പഠന സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇദ്ദേഹം എല്ലാവർക്കും എഴുത്ത് പഠിപ്പിച്ചു കൊടുത്തു. മാത്രല്ല ഇദ്ദേഹം രാമായണ കഥ സംസ്കൃതത്തിൽ നിന്ന് വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എല്ലാവർക്കും രാമ മഹാത്മ്യം പഠിപ്പിച്ചു കൊടുത്തു. ഇത് ഈ വലിയ രണ്ട് തെറ്റ് കാരണാത്രേ ഇദ്ദേഹത്തെ നാട് കടത്തിയെന്നാണ് കേട്ടത്. സാമൂതിരി രാജാവ് ഇന്ത്യയിലെ ഒരു കാര്യത്തിന് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിലെ ഒരു വിഷയത്തില് ഒരിക്കലുമില്ല. സാമൂതിരിയുടെ രാജ്യം ഏതൊക്കെ ഭാഗത്താണ്? സാമൂതിരിയുടെ രാജ്യം എഴുത്തച്ഛൻ ഏത് നാട്ടിലാണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തില്? എഴുത്തച്ഛൻ തിരൂരിൽ എന്ന് പറഞ്ഞാൽ തിരൂർ ആ സമയത്ത് വെട്ടത്തെ നാട്ടില് വെട്ടത്ത് രാജാവിന്റെയാണ്. ഓ, വെട്ടത്ത് രാജാവ് ഇതിന്റെ ഇടയിൽ കിടപ്പുണ്ട്, അതായത് കൊച്ചി രാജാവിന്റെയും. വെട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വതന്ത്രമായ ഒരു രാജ്യമാണ്. രാജാവുണ്ട്, എല്ലാ സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. അതായത് ഈ മലപ്പുറം ജില്ലയിലെ ഈ തിരൂർ ഭാഗം വെട്ടത്ത് രാജ്യമായിരുന്നു. അതിന്റെ അപ്പുറമാണ് നമ്മൾ ഈ പറയുന്ന സാമൂതിരി. അതുമില്ല, അത് പരപ്പനാട് രാജാണ്. അത് പരപ്പനാട് രാജാവ്. അത് കഴിഞ്ഞതിന് ശേഷം സാമൂതിരി വരുന്നുള്ളൂ. ഈ രണ്ട് രാജ്യവും കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരാൾക്ക് ആരാണ് ഒരു വിലക്ക്? അപ്പൊ വെട്ടത്ത് രാജാവാണോ ഇനി വിലക്കിയത്? ഇല്ല, അങ്ങനെ ഒരു ചരിത്രമേ. വെട്ടത്ത് രാജാവിന്റെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത് വേറെ ഉണ്ട്, പക്ഷെ ഇദ്ദേഹത്തിനെ കൂടി അതിൽ ചുമതലപ്പെടുത്തിയിരുന്നു. വെട്ടത്ത് രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു എഴുത്തച്ഛൻ. വെട്ടത്ത് രാജാവിനാണ് സംസ്കൃതത്തിലെ അധ്യാത്മ രാമായണം അമ്പലപ്പുഴ രാജാവ് കൊണ്ടു കൊടുക്കുന്നത്. ഇതൊന്ന് മലയാളത്തിലാക്കി കിട്ടാൻ എന്ത് വഴിയെന്ന് ചോദിച്ചു. അമ്പലപ്പുഴ രാജാവിന്റെ നിർദ്ദേശാനുസരണം കൊടുത്തു. വെട്ടത്ത് രാജാവ് പറയാണ്, തുഞ്ചത്ത് എന്ന പേരിലുള്ള ഒരു പറമ്പ് ഇല്ല ശരിക്കും. വടക്കേ പുല്ലങ്കോട് പാലം നിലം എന്നാണ് തുഞ്ചപ്പറമ്പിന്റെ പേര്. തുഞ്ചത്തെ പറമ്പാണ്, അറ്റത്തെ പറമ്പ്, അഗ്രഭാഗത്തെ പറമ്പാണ്. അപ്പൊ തുഞ്ചത്തെ പറമ്പിലുള്ള എഴുത്തച്ഛനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് എഴുത്തച്ഛൻ അത് വിവർത്തനം ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത് അങ്ങനെ എഴുത്തച്ഛനുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള വെട്ടത്ത് രാജാവ് അത് ചെയ്യില്ല. ഇനി സാമൂതിരിപ്പാടിന്റെ കാര്യം പറയാം. അവിടെ അദ്ദേഹം പാലക്കാട് ചിറ്റൂരില് ആ ഗ്രാമം തീർത്തു. ഈ ഗ്രാമം തീർക്കാൻ കോഴിക്കോട് സാമൂതിരി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബ്രാഹ്മണരും ഇദ്ദേഹത്തിന് വലിയ സപ്പോർട്ടായിരുന്നു. പിന്നെ എന്താ ഇദ്ദേഹത്തിന് നാട് കടത്തി? ഇദ്ദേഹം ഗുരുവായൂർ പോയിട്ടില്ല. അപ്പൊ ഗുരുവായൂർ പോയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഏകാദശി മഹാത്മ്യം എഴുതിയതാരാ? ഏകാദശി മഹാത്മ്യം എഴുതിയിട്ടുണ്ട്. ഏകാദശി മഹാത്മ്യം, വില്വാദ്രി മഹാത്മ്യം, പിന്നെ ചിന്താരത്നം കിളിപ്പാട്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പത്നീഗ്രഹത്തിൽ വെച്ചാണ് എഴുതിയത് എന്ന് KP നാരായണ പിഷാരടി തൻ്റെ
പിന്നെ പഠനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ തീർച്ചയായിട്ടും ഗുരുവായൂർ പോയിട്ടുണ്ടായിരിക്കണം. സാമൂതിരിയുടെ ഒരു നിരോധനം അവിടെ വന്നിട്ടില്ല. തൃക്കണ്ടിയൂരിൽ നിന്നും ബ്രാഹ്മണർ തുഞ്ചത്തെഴുത്തച്ഛനെ ഓടിച്ചിട്ടുമില്ല. പച്ചക്കള്ളമാണ്. ഒരു കാര്യം പറയാൻ പറ്റുമോ? അപ്പൊ പഴയ മറ്റേ ആ നോവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പലരും. ഒരു പ്രമുഖ എഴുത്തുകാരന്റെ ഒരു നോവൽ, ആ നോവലിൽ തുഞ്ചത്തെഴുത്തച്ഛനെ ശിക്ഷിച്ചു, തുഞ്ചത്തെഴുത്തച്ഛനെ ചക്കാട്ടിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അത് തെറ്റാണ്. അത് ശരിയായിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരു ബ്രാഹ്മണരുടെ ഒരു നാട്ടുകൂട്ടം ഉണ്ടായിരുന്നു ആലത്തിയൂരിൽ, ആ നാട്ടുകൂട്ടത്തിന്റെ നിർദ്ദേശമായിരുന്നു എന്ന് പറയുന്നത്. ആലത്തിയൂരിലല്ല, അത് തൃക്കണ്ടിയൂരിലാണ്. തൃക്കണ്ടിയൂർ ക്ഷേത്ര മതിലകത്ത് ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം തൃക്കണ്ടിയൂർ ടെമ്പിൾ സങ്കേതം എന്നാണ് പറയുന്നത്. യോഗമാണ് തൃക്കണ്ടിയൂർ യോഗം. അതിൽ സാമൂതിരിയുടെ, വെട്ടത്ത് രാജാവിൻ്റെയും വള്ളുവനാടിൻ്റെയും ഒക്കെ പ്രതിനിധികൾ വരാറുണ്ട്. ഒരു കോടതിയായിരുന്നു അത്. കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രം എഴുതിയ KP പത്മനാഭമേനോൻ പറയുന്നത് സുപ്രീം പവറുള്ള ഒരു കോടതിയായിരുന്നു തൃക്കണ്ടിയൂർ ടെമ്പിൾ സങ്കേതം എന്നാണ്. അത് അവിടെ മോഷ്ടാവിന് വധശിക്ഷയായിരുന്നു ശിക്ഷിച്ചിരുന്നത്. ആ യോഗം തീരുമാനിക്കും. തീരുമാനിക്കും. മറ്റേ ഇതിന്റെ പരാതിക്കാരനെ വിചാരണ ചെയ്യും, കക്ഷിയോട് പറയാനുള്ളത് അന്വേഷിക്കും. അതുപോലെ മോഷണമാണെങ്കിൽ തൊണ്ടി മുതൽ കണ്ടെത്തും. അങ്ങനെ വളരെ കൃത്യതയോട് കൂടിയുള്ള ഒരു കോടതിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മോഷ്ടാവിന് വധശിക്ഷയാണ് നൽകിയിരുന്നത്. അതിൻ്റെ വിധി പോലും വഞ്ഞേരി ഗ്രന്ഥവരിയിലുണ്ട്. അപ്പോൾ തൃക്കണ്ടിയൂർ പ്രദേശത്തിൻ്റെ ഈ വെട്ടത്തുനാടിൻ്റെ തന്നെ ഒരു മിനിറ്റ്സ് ബുക്കായിരുന്നു വഞ്ഞേരി ഗ്രന്ഥവരി. ഈ വഞ്ഞേരി ഗ്രന്ഥവരി MGS നാരായണൻ കണ്ടെടുത്ത് അത് എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതെയോ? അങ്ങനെയാണെങ്കിൽ എഴുത്തച്ഛനെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ വഞ്ഞേരി ഗ്രന്ഥവരിയിൽ അത് ഉണ്ടാവണമല്ലോ അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്, കള്ളമാണ്. ആരും അദ്ദേഹത്തിന് എഴുത്തച്ഛനെ ഓടിച്ചിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. സ്വമനസാലെ പോയതാണ്. അദ്ദേഹം പോവാൻ എന്താ കാരണം? അദ്ദേഹം 4 വർണ്ണാശ്രമങ്ങളും പൂർത്തിയാക്കിയ ആളാണ്. നമുക്ക് ബാല്യം, അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇവിടെ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരാളും കണ്ടെത്താത്ത കാര്യം എഴുത്തച്ഛൻ വാനപ്രസ്ഥം സ്വീകരിച്ച എവിടെയാണ്? അത് കണ്ടെത്തിയ ആളാ ഞാൻ. എവിടെയാ അത്? മണ്ണാർക്കാട് താലൂക്കില് കച്ചേരിപ്പറമ്പ് 1 വില്ലേജില് പൊരുതൽ മലയുടെ ചുവട്ടിൽ അവർ പ്രകൃത്യാ രൂപം കണ്ട ഒരു വലിയ ശിവലിംഗം മാതിരിയുണ്ട്. അതിൻ്റെ ചുവട്ടിൽ എഴുത്തച്ഛൻ പുറ്റ് എന്ന പേരിൽ ഒരു ആനയൊക്കെ ചവിട്ടി ഇട്ട് കിടക്കുന്ന ഒരു പുറ്റും ഒരു വിളക്കും ഇപ്പോഴും കാണാം. എല്ലാ തുലാമാസത്തിലും ആളുകൾ പോയിട്ട് അവിടെ വിളക്ക് വെക്കാറുണ്ട്. ആ പൊരുതൽ മല ഭഗവതം നടന്ന മലയാണെന്നാണ് പറയുക. അവിടെ മലകയറ്റവും ഉണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ വാനപ്രസ്ഥം സ്വീകരിച്ചത് അവിടെയാണ്. അതിൻ്റെ ശേഷം സന്യാസം സ്വീകരിക്കുകയാണ് എഴുത്തച്ഛൻ. അതുപോലെ തന്നെ അദ്ദേഹം ശ്രീചക്ര ഉപാസകനായിരുന്നു എന്നുള്ളതാണ്. എഴുത്തച്ഛൻ ശ്രീവിദ്യോപാസകനായിരുന്നു. വെട്ടത്ത് ഇനി അദ്ദേഹം എങ്ങനെയാണ് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് രാമാനന്ദ സ്വാമികൾ എന്ന പേരിലാണ് സമാധിയാവുന്നത്. രാമാനന്ദ സ്വാമികൾ ഉള്ളൂർ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നല്ല, ഉള്ളൂര് ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സമാധി ഇപ്പോ ചിറ്റൂരിലാണ്. പക്ഷെ എങ്ങനെയാണ് ഇനി സന്യാസം സ്വീകരിക്കാൻ? അത് തഞ്ചാവൂരിലാണ് പോയിട്ടാണ് സന്യാസം സ്വീകരിച്ചത്. അപ്പൊ വെട്ടത്ത് രാജകൊട്ടാരം എന്ന് പറയുന്നത്, കോവിലകം എന്ന് പറയുന്നത് പണ്ഡിത സദസ്സ് ഇടയ്ക്കിടയ്ക്ക് ചേരാറുള്ള സ്ഥലം. അപ്പോ തമിഴ്നാട്ടിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നുമൊക്കെ ക്ഷണിച്ചു വരുത്തപ്പെട്ട രാഷ്ട്രമീമാംസാ വിദഗ്ധരും അതുപോലെ പ്രസിദ്ധരായ ആളുകളൊക്കെ വരും. ഇതിൽ സന്യാസിമാരും ഉണ്ട്. ഈ സന്യാസിമാരെ എഴുത്തച്ഛൻ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ള, അവരുമായൊരു സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമ്പർക്കത്തിലൂടെ ഇദ്ദേഹം ശ്രീവിദ്യ ഉപാസകനാവുകയും പിന്നീട് അദ്ദേഹത്തെ സന്യാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. തിരിച്ചു വന്ന് ഈ പറയുന്ന ചിറ്റൂർ പുഴയുടെ തീരത്ത് ശോകനാശിനി. എങ്ങനെയാ ശോകനാശിനി എന്ന പേര് വന്നത്? ദുഃഖല്യാണ്ടായി. എങ്ങനെയാ സംഭവം എന്ന്? എഴുത്തച്ഛൻ സന്യാസം സ്വീകരിക്കാൻ പോയി, തിരിച്ചു വരുന്നത് ദുഃഖിതനായിട്ടായിരുന്നു എന്നാണ്. ആളിയാർ വഴി വന്നു. എന്തായിരുന്നു എഴുത്തച്ഛൻ്റെ ദുഃഖ കാരണം? ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
ഇവിടെ വന്ന് ഒരു പാറയുടെ പുറത്തിരുന്ന് അദ്ദേഹം ഭജിച്ചു, ദുഃഖം തീർന്ന് പോന്നു. അതുകൊണ്ടാണ് അവിടെ ശോകനാശിനി എന്ന പേരും വന്നിട്ടുള്ളത്. ആരും എഴുത്തച്ഛനെ ഇവിടെ നിന്ന് ഓടിച്ചിട്ടില്ല. ബ്രാഹ്മണന്മാർക്കെതിരായുള്ള ആരോപണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ, രാമായണ മാസത്തിൽ ആവശ്യമില്ലാതെ ഈ നമ്പൂതിരിമാരെ കുറ്റം പറയാം. പഴയ കാലത്ത് നമ്പൂതിരിമാര് വല്ലതും ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ അവരെന്ത് പഴിച്ചു, വല്ലാത്തൊരവസ്ഥയിലാണ്. അതിനെന്നാണ് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ അതിന്റെ ഉള്ളിൽ കൂടെ കൊണ്ട ചാടി ഓടിച്ചു എന്ന് പറയുകയാണ്. അതിന്റെ പിന്നിൽ അതിനൊരു മാറ്റം വരട്ടെ. എഴുത്തച്ഛനെ ആരും ഓടിച്ചിട്ടില്ല, ആരും അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ, 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇച്ചിരി ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ചെറിയ ബാല്യകാലത്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമേ എഴുത്തച്ഛനുമായി ബ്രാഹ്മണരും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എഴുത്തച്ഛന്റെ ഭാര്യ ആ പരമ്പരയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും ഉണ്ട്. ആമക്കാവ് എടപ്പാൾ പെരിങ്ങോട് പഞ്ചായത്തിലാണ് 9 വീടുകളായിട്ട് ഇപ്പോഴും ഉണ്ട്. എഴുത്തച്ഛന്റെ സ്മാരകമുണ്ട്, എഴുത്തച്ഛന്റെ ശില്പമുണ്ട്, നിത്യേന വിളക്ക് വെക്കുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിലെ ഈ അറിവ് എല്ലാവരിലും എത്തട്ടെ അല്ലെ? വലിയൊരു അനുഗ്രഹമായിരിക്കും. കാരണം എഴുത്തച്ഛനിലൂടെയാണല്ലോ അധ്യാത്മ രാമായണം ഇന്ന് എത്ര ആളുകളാണല്ലേ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തില് കേരളത്തിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ വീടുകളിൽ ആരും കേട്ടില്ലെങ്കിലും ഇപ്പോ കാസറ്റിലൂടെ, യൂട്യൂബ് വീഡിയോസിലൂടെ ഒക്കെ എല്ലാവരുടെ വീട്ടിലും രാമായണം മുഴങ്ങുന്നുണ്ട്. അധ്യാത്മ രാമായണം അല്ലേ? അപ്പൊ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അത് എഴുതിയ ആളുടെ ജീവചരിത്രം കൂടെ ജനങ്ങൾ പഠിക്കണം. നാരായണീയം വായിക്കുമ്പോൾ മേൽപ്പത്തൂരിനെ കൂടി അറിയണം. അത് കാരണം ആ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ആ പുസ്തകം എഴുതിയതെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ, പൂർണ്ണത കിട്ടുകയുള്ളൂ. അപ്പോ എഴുത്തച്ഛന്റെ അനുഗ്രഹം എല്ലാ നമ്മള് പ്രത്യേകിച്ച് മലയാള ഭാഷയുടെ പിതാവാണല്ലോ. നമുക്കൊരു ഭാഷ കിട്ടിയത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ണായിട്ടുള്ള തിരൂരിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ സാധിച്ചത് തന്നെ ഒരു പുണ്യം. എല്ലാവർക്കും ഈ കർക്കിടക മാസത്തില് എഴുത്തച്ഛന്റെ പുണ്യമായിട്ട്, എഴുത്തച്ഛന്റെ എന്താ പറയാ, ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടിയ അധ്യാത്മ രാമായണം എല്ലാവരും അത് പഠിക്കുക, അത് കേൾക്കുക. അത് കർക്കിടക മാസത്തിലല്ല, വർഷം മുഴുവനും എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക. രാമന്റെ കഥകളിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധാവും. വ്യക്തിത്വ വികസനത്തിന് ഉത്തമ ഔഷധമാണ് രാമായണം. വ്യക്തിത്വ വികസനത്തിന് അത് രാമായണം. മോക്ഷത്തിന് ഭക്തി സിദ്ധൌഷധമെന്ന് ജനതയെ ഉദ്ഘോഷിച്ച മഹാനാം കൂടിയാണ് എഴുത്തച്ഛൻ. അപ്പൊ സന്തോഷം. ചിന്താരത്നം കിളിപ്പാട്ടില് ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ചിന്താരത്നം കിളിപ്പാട്ട് അതിന്റെ തുടക്കം പരമാനന്ദ പദം കാൺമതിന്നാശയോട് മരികെ വന്ന് സുമംഗലി നിന്നുടെ മനോരഥം എന്തെന്നോ ഞാൻ അറിഞ്ഞിടിനെ, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ എഴുത്തച്ഛൻ പത്നീഗ്രഹത്തിൽ വെച്ചിട്ടാണ് അത് എഴുതിയത് എന്നാണ് KP നാരായണ പിഷാരടി പറയുന്നത്. അപ്പോ ഞാനിപ്പോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഭാര്യയൊക്കെ വന്ന് ദേവരി നോക്കും എന്തൊക്കെ എഴുതുന്നു. അതേപോലെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പത്നി വന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ ഈ ചുടുന്ന ശ്വാസം ഇവിടെ തട്ടും. അപ്പൊ ചിന്താരത്നം കിളിപ്പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇത് അനുഭവിച്ചു. ഉടനെ അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ്: ഇത് എഴുതുന്നത് എന്താണെന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ള വെച്ചാൽ നിന്റെ ആ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ തുടക്കം പറയുന്നത് എന്താ വെച്ചാൽ ഭക്തി വേണമെന്നാ. ഭക്തി മാത്രം പോരാ, ഭക്തിയിൽ വിശ്വാസവും വേണം. ഒരാൾ ഭക്തനായാൽ മാത്രം പോരാ, അങ്ങനെയുള്ള ആ ഭക്തിയിൽ വിശ്വാസം കൂടെ ഉണ്ടാകുമ്പോഴേ ആ ഭക്തിയിലുള്ള ഗുണഫലം ലഭിക്കൂ എന്ന ഒരു സന്ദേശം എഴുത്തച്ഛൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നൊക്കെയാണ്. ആ ഭാര്യയ്ക്ക് കൊടുത്ത സന്ദേശം മോക്ഷത്തിന് ഭക്തി സിദ്ധൌഷധം എന്ന് നമുക്കും കൂടെ ഉള്ള ഒരു ഉപദേശമായിരുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകമൊക്കെ ആളുകൾ അറിയണ്ടേ, വായിക്കണ്ടേ? ഇതൊക്കെ ശരിക്കും എഴുത്തച്ഛന്റെ ഒരു ഗ്രന്ഥശാല തന്നെ ഉണ്ടാക്കണം. അതിനെക്കുറിച്ച് പഠനങ്ങൾ വേണം. അതൊക്കെ എത്രത്തോളം സാധാരണക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും അത്രയും എത്തിക്കണം മാഷെ. അതൊരു ജന്മനിയോഗം. അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് അറിവ് കിട്ടി. തീർച്ചയായിട്ടും എഴുത്തച്ഛൻ ഇത്രയും ഭക്തിയെ കുറിച്ച് പറയുന്ന ആള് ഗുരുവായൂരപ്പനെ കാണാണ്ട് പോകത്തില്ല. അല്ലെ ഗുരുവായൂരപ്പ തീർച്ചയായിട്ടും അവിടെ വിളിപ്പിച്ചിരിക്കും, ഇല്ലേ? ഗുരുവായൂരപ്പനെ കാണാണ്ട് പോവില്ല. അപ്പൊ എന്തായാലും എന്റെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞാൻ തെറ്റായി മനസ്സിലാക്കിയ ഒരു അറിവ് തിരുത്തി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.